സമയമായി, എനിക്ക് വീട്ടിൽ പോണം. അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറയാം. അതെന്താ അങ്ങനെ? അല്ല, ഇപ്പൊ പറഞ്ഞോ, കുഴപ്പമില്ല. ഓ, ഇവക്ക് എന്നെ ഇഷ്ടമാണ്, പക്ഷെ ഇവക്കും തുറന്നു പറയാൻ വയ്യ. എൻ്റെ വായിന്ന് എന്നെ കേൾക്കണം അല്ലേ? ചേടാ, ഇതിപ്പോ വലിയ കഷ്ടമായല്ലോ. ഇവളെന്നെ ആദ്യം പറയട്ടെ. നീ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനും വീട്ടിൽ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചതാ. അപ്പൊ ഒന്നും പറയുന്നില്ലേ? അല്ല, പ്രിയക്ക് എന്തോ പറയാനുണ്ടോ എന്നോട്? എനിക്കോ? എനിക്ക് അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല. എത്ര നേരമാടാ പോയിട്ട്? കഴിഞ്ഞില്ലേ നിങ്ങളുടെ സ്വകാര്യം? ഓ, വരുന്നടാ, ഒന്ന് വെയിറ്റ് ചെയ്യേ. വിവേക് വിളിക്കുന്നുണ്ടല്ലോ. എന്നാ പിന്നെ നമുക്ക് പോയാലോ? ആയിക്കോട്ടെ. പ്രിയയുടെ മൊബൈൽ നമ്പർ ഒന്ന് തരുമോ എനിക്ക്? അതിന് എനിക്ക് മൊബൈലൊന്നും ഇല്ലല്ലോ. +2 എത്തിയിട്ട് മൊബൈൽ ഇല്ലാന്നോ? പിന്നെ അച്ഛനും അമ്മയൊക്കെ വലിയ സ്ട്രിക്റ്റ് ആണ്, മൊബൈൽ ഫോണൊന്നും വാങ്ങി തരത്തില്ല. ഷടാ, പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? എന്താ വരുൺ, എന്ത് പറ്റി? അത് പിന്നെ എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് പ്രിയനെ നേരിട്ട് കാണുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഫോണിലൂടെ ആണെങ്കിൽ പറയായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വിളിക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. ഞാനേ അമ്മേന്റെ മൊബൈൽ നമ്പർ തരാം, പക്ഷെ എപ്പോഴൊന്നും വിളിക്കരുത്. ഞാൻ അങ്ങോട്ട് മിസ് അടിക്കും, അപ്പം മാത്രം വിളിച്ചാ മതി. ഓ, ആയിക്കോട്ടെ. എന്നെ എപ്പോ വേണേലും മിസ് അടിക്കാം കേട്ടോ. എൻ്റെ ഫോൺ തന്നെയാ, വീട്ടിലതൊന്നും അല്ല. ആയിക്കോട്ടെ. എന്നാ ഞാനേ പറയാനുണ്ടെന്ന് പറഞ്ഞതേ ഫോൺ വിളിക്കുമ്പോ പറയാട്ടോ. എന്നാ പ്രിയ പൊക്കോ. ശരി എന്നാ. വിവേകേട്ടൻ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താന്നും പറയാത്തെ? പറയാനുണ്ടായിരുന്നു, പക്ഷെ നിന്റെ ഈ ഉണക്ക കോല കണ്ടിട്ട് എനിക്ക് പറയാൻ തോന്നുന്നില്ല എന്റെ പാറു. ഉണക്ക കോലോ? പിന്നെ അല്ലാണ്ട് നിനക്ക് എവിടുന്ന് കിട്ടി ഈ ഡ്രസ്? നിനക്ക് ഒട്ടും മാച്ച് ആവുന്നില്ല. എന്ത് രസമായിരുന്നു നീ ഉടുപ്പും മിടിയൊക്കെ ഇട്ട് വരുമ്പോ. ഈ വേഷം നിനക്ക് ഒട്ടും ചേരുന്നില്ല എന്റെ പാറു. ഞാൻ ചിരിച്ചതിന്റെ കാരണേ ചേട്ടന് മനസ്സിലായില്ലെങ്കിലേ പാറുവിന് മനസ്സിലായിട്ടുണ്ട്. ഇവക്കെന്തായത്? പ്രാന്തായ എന്റെ പാറു? പ്രാന്തായത് അവക്കല്ല, എനിക്കാ. നിങ്ങൾ രണ്ടുപേരും ഇത് എന്ത് തേങ്ങ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അല്ല വിവേകേട്ടാ, എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? അത് ഞാൻ പറയാൻ മറന്നതാ. അടിപൊളിയായിട്ടുണ്ട്. എന്തൊരു സ്റ്റൈലിഷ് ലുക്കാ എന്റെ മണിക്കുട്ടി. നിനക്ക് നല്ല ഡ്രസ് സെൻസ് ഉണ്ട്. പാറു, നിനക്ക് ഈ മണിക്കുട്ടീനെ കണ്ട് പഠിച്ചൂടെ? ഇതുപോലത്തെ ഡ്രസ്സൊക്കെയാണ് നിനക്ക് ചേരുക. അല്ലാതെ ഇതൊരുമാതിരി എനിക്ക് അങ്ങോട്ട് നോക്കാൻ പോലും തോന്നില്ല. എന്റെ മൈൻഡ് തന്നെ മാറിപ്പോയി. അപ്പൊ ഈ ഡ്രസ് കണ്ടിട്ടാണോ വിവേകേട്ടൻ പറയാമെന്ന കാര്യം പറയാതെ പോകുന്നേ? അതെ അതെ, ഈ ഡ്രസ്സിലേക്ക് നോക്കുമ്പേ എനിക്ക് എന്റെ ഫീലിങ്സ് ശരിക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല പാറു. അല്ല, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നീ പറഞ്ഞോ കേട്ടോ. ഇല്ല, എനിക്കൊന്നും പറയാനില്ല. ഇനി കാണുമ്പോ പറയാം. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെട്ടോ. ഞങ്ങൾക്ക് വേറെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുള്ളതാ. ലേറ്റ് ആവും. നമുക്ക് സ്കൂളിൽ നിന്ന് കാണാം. ശരി എന്നാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ നിനക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഉടുപ്പെന്ന്. പൊട്ടത്തി മണ്ടി, തിരുമണ്ടി. ആനിക്കുട്ടി, നീയും കൂടെ എന്നെ ഇങ്ങനെ കളിയാക്കാതെ. പിന്നെ നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വീട്ടിൽ നിന്ന് ഒരുങ്ങി കെട്ടി വന്നിട്ട് അമ്പലത്തിലെത്തിയപ്പോ തന്നെ ആ വിവേകം മുണ്ട് ഷർട്ട് എടുത്തോന്നും പറഞ്ഞു കേട്ടി എന്റെ ഡ്രസ്സെല്ലാം കൂടി അയപ്പിച്ച് ഇങ്ങോട്ട് എടുത്തിടാൻ. എന്നിട്ട് ഇപ്പൊ എന്തായി? നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിനക്ക് വല്ല നല്ല ഡ്രസ്സ് വിട്ട് വരായിരുന്നില്ലേ? ചേച്ചി ഇട്ട് വന്ന പോലെ തന്നെ ഒരുമാതിരി ഓഞ്ഞ പച്ചി ഇട്ട് വന്നിരിക്കുന്ന അവള് എന്നെ പറയിപ്പിക്കാനായിട്ട്. അതിന് ഞാൻ പറഞ്ഞു നിന്നോട് ഈ ഡ്രസ്സ് എടുത്തിട്ടോണ്ട് വരാനേ. ഞാൻ പിന്നെ ഇവിടെ ചെക്കന്മാരെ കാണാനൊന്നും വന്നതല്ലല്ലോ, അതുകൊണ്ട് അവിടെ കിട്ടിയൊരു ഡ്രസ്സ് എടുത്തോണ്ട് വന്നത്. എന്നാലും ഉടുപ്പന്നെ ഇട്ടാ മതിയായിരുന്നു. ഏത് സമയത്താണാവോ എനിക്ക് മാറ്റി ഇങ്ങോട്ട് ഇതിടാൻ തോന്നിയത്. ഇനി വിവേകേട്ടനെ കാണുമ്പല്ലേ കണ്ണടിച്ചു പോകുന്ന ലുക്കിൽ ഈ പാറ് പോകത്തുള്ളൂ. നോക്കിക്കോ നീ. ഇന്ന് തന്നെ ഏതാണ്ട് വിവേകിന്റെ കണ്ണടിച്ചു പോയിട്ടുണ്ട് നിന്നെ ഈ ലുക്കിൽ കണ്ടിട്ട്. ഓടിയായിരുന്നു. നീ കളിയാക്കൊന്നും വേണ്ട. അടുത്ത വട്ടം നീ നോക്കിക്കോ. വിവേകേട്ടൻ മാത്രല്ല, എല്ലാരും ഉണ്ടല്ലോ എന്നെ കണ്ട് അതിശയിച്ച് അമ്പരം നിൽക്കും. ആയിക്കോട്ടെ, അതിശയിച്ച് ആരുടെയും ബോധം പോഞ്ഞാ മതിയായിരുന്നു. നീ വേഗം പ്രിയ ചേച്ചിനെ വിളിക്കും, നമുക്ക് പോവാ. ആന്റി അവിടെ തിരക്കുന്നുണ്ടാവും. എന്താ മോളെ, മോൾ എന്തിനാ കരയുന്നേ ഇങ്ങനെ? ഒന്നുമില്ല അമ്മമ്മേ. ഒന്നുമില്ലാന്നോ? ഒന്നുമില്ലാതെ പിന്നെ ഇങ്ങനെ എന്തിനാ കരയുന്നേ എന്റെ കുട്ടി? അല്ല, മോൾ അമ്പലത്തിൽ പോയി വന്നിട്ട് അമ്മമ്മ കണ്ടതേ ഇല്ലല്ലോ. മോൾ എപ്പോഴാ എത്തിയത്? എന്തിനാ ഇങ്ങനെ കരയുന്നേ കുഞ്ഞെ? ഒന്നുമില്ല അമ്മമ്മേ. അവളുമാരെ അമ്പലത്തിൽ വന്നായിരുന്നല്ലോ, അവരിനി കുഞ്ഞിനെ വല്ലതും പറഞ്ഞോ? അതിനൊന്നല്ല അമ്മമ്മേ ഞാൻ കരഞ്ഞത്. ഞാൻ മാമനെ കുറിച്ച് ഓർത്തിട്ടാ ഞാൻ കരഞ്ഞത്. മാമനെ കുറിച്ച് ഓർത്തിട്ടോ? അതെന്തിനാ മോളെ മാമനെ കുറിച്ച് ഓർത്ത് മക്കൾ കരയുന്നേ? അമ്മമ്മേ, മാമൻ എത്ര കഷ്ടപ്പെട്ടാ പാറുവിനെയും പ്രിയനെയും ഒക്കെ വളർത്തുന്നേ. എന്നിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോ മാമൻ ഇതൊക്കെ അറിഞ്ഞാ എങ്ങനെ സഹിക്കും? നെഞ്ചുപൊട്ടി മരിച്ചു പോയില്ലേ എന്റെ മാമൻ. എന്താ മക്കളെ, അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? അമ്മമ്മേ, ഞാൻ അമ്പലത്തിൽ പോയില്ലേ, അവിടെ കണ്ട
പന്നിക്കുട്ടി വാല് പോലെ. ആ ഉണ്ടായിരുന്നു അമ്മമ്മേ, പക്ഷെ അവക്ക് ലൈനൊന്നും അവിടെ കണ്ടില്ല ഞാന്. അവക്ക് വേറെ ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഇവളുമാര് രണ്ടുപേരായിരുന്നു. ഹോ, എന്തൊരു കൊഞ്ചിക്കഴിയലായിരുന്നു എന്നറിയോ. കണ്ട സഹിക്കത്തില്ല. ഞാൻ എത്ര നേരം എന്നറിയാം അവര് സംസാരിക്കുന്നതൊക്കെ ഞാൻ ഒളിഞ്ഞു കേട്ടെ അമ്മമ്മേ. എനിക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല. മാമനും മാമിയും ഇതൊക്കെ എങ്ങനെ സഹിക്കാന്തോ. രണ്ടിനും രാവിലത്തെ അണിഞ്ഞൊരുങ്ങൽ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ ഒരു പന്തികേട്. ആ അതെങ്ങനെയാ, തള്ളയുടെ കൂട്ടല്ലേ കണ്ടു പഠിക്കുന്നത്. ആ സൂലി എന്റെ മോനെ വശീകരിച്ചെടുത്തതല്ലേ മക്കളെ. അതുപോലെ തന്നെയുള്ള ഗുണങ്ങളല്ലേ അവരുടെ മക്കൾക്കും കിട്ടൂ. എന്തായാലും അവര് രണ്ടുപേരും ഒളിച്ചോടി പോകുന്നുള്ള കാര്യത്തില് അമ്മമ്മയ്ക്ക് ഒരു സംശയം വേണ്ട. ഓ, ഒരു വേലയും കൂലിയും ഇല്ലാത്ത പയ്യന്മാരായിരിക്കും ഇവരുടെ പിറകെയൊക്കെ നടക്കുന്നത്. അതെ അതെ, അങ്ങനെ ആവാനാ സാധ്യത. എന്തായാലും അമ്മമ്മ ഇതിപ്പോ ആരോടും പറയണ്ട. ഓ, നമ്മൾ ഇതിലൊന്നും ഇടപെടണ്ടാന്നേ. അവളുമാരാരുടെയും കൂടെ പോവുകയാണെങ്കിലേ അത്രയും ചെലവ് കുറഞ്ഞ് കിട്ടിയല്ലോ. എന്റെ മോന്റെ പൈസ വെറുതെ ചെലവാവില്ലല്ലോ. ആ സൂല് തന്നെ ഇവിടെ ഉള്ള മുടിപ്പിക്കലൊക്കെ മുടിപ്പിക്കുന്നുണ്ട്. ഇനി അവരുടെ രണ്ട് മക്കളെ കൂടി കല്യാണം കഴിച്ചിപ്പിച്ച് അയക്കുകയാണെങ്കിലേ എത്ര സ്വർണ്ണം വേണം. സ്വർണ്ണത്തിനൊക്കെ എന്തോ കിട്ടൂലേ. അവളുമാരായിട്ട് ആരുടെയും കൂടെ പോവുകയാണെങ്കിലേ എന്റെ മോന്റെ പൈസക്ക് ലാഭിക്കാലോ. പിന്നെ അത് മാത്രമല്ല മക്കളെ, അവളുമാർ അങ്ങനെ വല്ലവരുടെയും കൂടെ പോവുകയാണെങ്കിലേ രണ്ട് ലാഭമുണ്ട്. പിന്നെ ഗോപാലന്റെ സ്വത്ത് എന്ന് പറഞ്ഞിട്ടേ ഒന്നും ആ മക്കൾക്ക് ഞാൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാം എന്റെ പാച്ചുവിന് മോക്ക് വേണ്ടിയുള്ളതാ. അതുകൊണ്ട് ഒരു ഒളിച്ചോടി പോകാൻ വേണ്ടി മോള് മാക്സിമം സപ്പോർട്ട് ചെയ്തോ. അതാ നല്ലത്. എനിക്ക് അതാണ് ഇഷ്ടം. മക്കളെന്തായാലും ആരോട് പറയണ്ട കേട്ടോ. പറഞ്ഞാൽ ചിലപ്പോൾ ഇവരൊക്കെ ഇടപെട്ടിങ്ങോട്ട് ഉപദേശിച്ച് പിള്ളേരെങ്ങനെ നന്നായി പോയാലോ. നമ്മൾ എന്തിനാ വെറുതെ അങ്ങനെയൊക്കെ ചെയ്യുന്നേ. ശരിയാ ശരിയാ. എന്നാലേ അമ്മമ്മ പോയിട്ടെ ഭക്ഷണം എടുത്തേക്കാം. മോള് വന്ന് കഴിക്കാൻ നോക്ക്. അമ്മമ്മ പോയിക്കോ, ഞാനിപ്പോ വന്നേക്കാം. ഓ, ഇതിപ്പോ ലാഭമായല്ലോ എന്തായാലും. അമ്മമ്മ പറഞ്ഞതൊക്കെ കള്ള, പക്ഷെ ആ വരണ്ട ഞാൻ എന്തായാലും പ്രിയക്ക് വിട്ടു കൊടുക്കൂല. അങ്ങനെ ഇപ്പൊ അവൾ അവന്റെ കൂടെ പോയി സൂചിച്ച് ജീവിക്കണ്ട. ഞാൻ തന്നെ അവനെ കെട്ടും. ഞാൻ തന്നെ അവനെ സ്വന്താക്കുകയും ചെയ്യും. അവളും അവനും തമ്മിലുള്ള പ്രേമം എന്ത് പാര വെച്ചിട്ടായാലും ഞാനേ അടിച്ച് തകർത്ത് രണ്ട് പ്ലേറ്റിലാക്കും. ഇന്ന് മുതൽ ഈ മിലിമോളുടെ പ്രയത്നം മുഴുവൻ അതിന് വേണ്ടിയിട്ടുള്ളതാ. എല്ലാ സൈഡിൽ കൂടി ഞാൻ അവർക്ക് പാര വെക്കും. ചേച്ചി വരണേട്ട് പറഞ്ഞോ? ഇല്ലടി, ഒന്നും പറഞ്ഞില്ല. ഞാനും പറയണമെന്ന് വിചാരിച്ചിട്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഫോൺ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിലെ, അതിൽ വിളിച്ച് പറയാന്നാ പറഞ്ഞേ. വിവേകേട്ടൻ എന്നോട് കാര്യമായിട്ട് പറയാൻ വന്നതായിരുന്നു ഇഷ്ടം. പക്ഷെ എന്റെ ഡ്രസ്സ് കണ്ടിട്ടാ പറയാതെ പോയെന്ന് പുള്ളി പറഞ്ഞു. ഇവളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ചേച്ചി ആ ഡ്രസ്സ് മാറ്റണ്ടെന്ന്. അതാണെങ്കിൽ വിവേകേട്ടന് വലിയ ഇഷ്ടമായിരുന്നു. ഇവളുടെ പട്ടുപാവാടി ഡ്രസ്സ് കണ്ടിട്ട് ഒരു ഭംഗിയില്ലെന്നും പുള്ളിയുടെ മൂഡ് വരെ മാറിപ്പോയെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഇവളോടൊന്നും പറയാതെ പോയത്. ഓ, രണ്ടുപേരും അങ്ങനെ കളിയാക്കി ചിരിക്കുന്നു വേണ്ട. സ്കൂളിൽ പരിപാടി വരികയാണല്ലോ. അന്ന് ഈ പാറുവിനെ കണ്ടിട്ടേ ആ സ്കൂൾ മുഴുവനെ അന്ത വിട്ട് നോക്കി നിൽക്കുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓ, ഒന്ന് ചെരുപ്പിക്കാതെ പോയെന്റെ പാറു.